ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള ശ്രീ കെ ജെ ജേക്കബ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ പറയുന്നത് കൂടി മിനിസ്റ്റർ ഒന്ന് കേൾക്കാൻ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് തിരക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ശ്രീ കെ ജെ ജേക്കബ്, നമുക്കറിയാം രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം പ്രളയത്തിൽ നാട് കണ്ടതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും വലിയൊരു ദുരന്തം നാടിപ്പോൾ നേരിടുമ്പോൾ വയനാട്ടിൽ നമ്മളത് കണ്ടു. അതുപോലെ തന്നെ ഇനി പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഈ അടുത്ത സമയത്ത് കണ്ടത്, പുത്തുമല ദുരന്തത്തിന് ശേഷം അവിടെ നിന്ന് അതിജീവിച്ച മനുഷ്യർ ഇപ്പോൾ മേപ്പാടിയിൽ സ്നേഹവീട്, സ്നേഹഭൂമിയൊന്നും മറ്റോ ആണ്, പേടിയില്ലാതെ വളരെ സുഖകരമായി ജീവിക്കുന്നതിനെക്കുറിച്ച് അവരിപ്പോൾ പറയുന്നത്, ആ പുനരധിവാസത്തെക്കുറിച്ച് പറയുന്നത് നമ്മൾ കാണുന്നുണ്ടിപ്പോൾ. ഈ പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുന്നത്. ആ പറഞ്ഞതുപോലെ അനാഥരാവാതെ അവരെ ഈ നാടിൻ്റെ മക്കളായി കണ്ട് ഔദ്യോഗിക ബഹുമതികളോടെ സർവ്വമത പ്രാർത്ഥനയോടെ 6 അടി മണ്ണ് എല്ലാവർക്കും ഒരുക്കി അതിന് സ്ഥലം ഏറ്റെടുത്ത് ഇനി വീണ്ടും 50 സെൻറ്റ് അതിനുവേണ്ടി അടിയന്തരമായി ഏറ്റെടുക്കാൻ പോകുന്നു. അങ്ങനെ ഈ ഓരോ ക്യാമ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ചും ഞങ്ങളിപ്പോൾ സംസാരിക്കുകയായിരുന്നു. വരുന്ന ചില വാർത്തകളൊക്കെ FB പോസ്റ്റിൽ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളും എവിടെയൊക്കെ ശ്രദ്ധയെത്തണമോ, നാടിൻ്റെ ശ്രദ്ധയെത്തണമോ അതിലേക്കൊക്കെ എത്തി വേണ്ടതെല്ലാം സമയബന്ധിതമായി സമയോചിതമായി ചെയ്തു പോകുന്ന ഒരു നാടായി ഈ കാലത്ത് താങ്കൾക്ക് ആ ഒരു അനുഭവം തോന്നുന്നുണ്ടോ, പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരത്, അത് പുതിയ കാര്യമല്ല. കാരണം നമ്മൾ ഇതിനകത്തൊരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ എനിക്കൊന്ന് പ്രളയമാണ് നമ്മളെ മലയാളി ശരിക്കും എഴുന്നേൽപ്പിച്ചത്. അതിനുശേഷം നമ്മളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, നാട്ടുകാരെങ്ങനെയാണ് ഇടപെടുന്നത്, സർക്കാർ എങ്ങനെയാണ് ഇടപെടുന്നത്, ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ 6-7 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. സത്യത്തിൽ ഇനിയിപ്പം അതിൻ്റെ അകത്ത് എനിക്ക് അവിടെ സംഭവിക്കുന്നതൊക്കെ വളരെ റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മിനിസ്റ്റർ പറഞ്ഞതുപോലത്തെ ചില നിയന്ത്രണങ്ങൾ, അതൊക്കെ വളരെ റുട്ടീനാണ്. ഞാനൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവിടെ ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ പോലും അത് വളരെ സെൻസിബിൾ ആയിട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പൊ ഇന്നലത്തെ ഒരു ഭക്ഷണപ്പൊതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഇറ്റ് ഇസ് പാസ്റ്റ്. ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക. അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതൊക്കെ ഞാനിപ്പോൾ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത്, ഞാൻ ഈ സ്നേഹഭൂമി എന്നുള്ള ആ പ്രോജക്റ്റ്, അത് മാതൃഭൂമിയുടെ പ്രോജക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരവിടെ സ്ഥലം വാങ്ങി സർക്കാരിന് കൊടുത്ത് സർക്കാർ അവിടെ വീട് പണിയുകയാണ് ചെയ്തത്. അതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മാതൃഭൂമി ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ ആ സ്ഥലം വാങ്ങി സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്തു. അവിടെ സർക്കാർ വീടുകൾ പണിതു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അടുത്ത ഇനി സത്യത്തിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം, ഇപ്പം രക്ഷാദൗത്യവുമായിട്ട് സംഭവങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം എല്ലാം ഒരുമിച്ചാണ്. ഇനിയിപ്പോ സർക്കാരിന്റെ ശ്രദ്ധ അതൊക്കെ റുട്ടീനായിട്ട് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആളുകൾ മാനേജ് ചെയ്യും. കേരള സർക്കാരിന്റെ ശ്രദ്ധ വേണ്ടത് എന്നുള്ളത് ഇവരുടെ റീഹാബിലിറ്റേഷനാണ്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പ്രളയത്തിൽ ഒത്തിരി ആളുകൾ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ചെളി ഉണ്ടായിരുന്നു, വെള്ളം കയറി അല്ലെങ്കിൽ അതെല്ലാം നശിച്ചു എന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ അവർക്ക് തിരിച്ചു പോകാൻ വീടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീടില്ല, അവർക്ക് സ്ഥലം പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഭീകരമായിട്ടൊരു അവസ്ഥയുണ്ട്. അപ്പൊ അവരെ പുനരുദ്ധരിപ്പിക്കുക എന്നുള്ളത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ എന്നുള്ള ശ്രമം തുടങ്ങുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊരു കൊട്ടത്താപ്പ് കണക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 400-ലധികം 500ഓളം വീടുകളുടെ ഓഫർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരു കമ്പനി 150 ഏക്കർ സ്ഥലം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയെ കുറിച്ചുള്ള നെഗറ്റീവ് വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ കേരളത്തിൽ കൺഫൈൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓഡിയൻസിൽ മാത്രം നിൽക്കുന്നതാണ്. ലോകം മുഴുവനുമുള്ള മലയാളികളുമായി കേരളവുമായി ബന്ധപ്പെട്ട മുഴുവൻ മനുഷ്യരും ഈ വയനാടിന് വേണ്ടി സഹായം ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പലതരത്തിലുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പം ഈ നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒച്ച വർത്താനം പോലെയല്ല. മനുഷ്യരുടെ ദുരിതത്തെ കേരളം എങ്ങനെയാണ് കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് മാതൃകകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ മനുഷ്യർക്ക് വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കുത്തിത്തിരിപ്പുകാരെ അത് അവരുടെ പണി അതിന്റെ വഴിക്ക് നടക്കട്ടെ. സർക്കാർ എത്രയും പെട്ടെന്ന് സഹായം ഓഫർ ചെയ്ത മനുഷ്യരോട് സംസാരിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അത് നാടിന് മുമ്പിൽ വെക്കുക. എത്രയും പെട്ടെന്ന് ആ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാനതാണ് ആഗ്രഹിക്കുന്നത്. സർക്കാർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന്. കാരണം ഈ മനുഷ്യർക്ക് പോകാൻ വേറെ സ്ഥലമില്ല. അവർക്ക് വീടില്ല, അവർക്ക് സ്ഥലമില്ല, അവർക്ക് ജീവനോപാധികളില്ല, അവരുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് 1 രൂപയുടെ വരുമാനം ഇപ്പൊ കിട്ടാനില്ല.
അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. അപ്പൊ സർക്കാർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. കുട്ടികളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിൽ ₹1 വരുമാനം അവർക്കുണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അവർക്കൊരു റെഗുലർ ആയിട്ട് ഒരു പൈസ കൊടുക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണം. അവർക്ക് താമസത്തിന് ആലോചിക്കണം. വളരെ പെട്ടെന്ന് ആ ടൗൺഷിപ്പിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം. അതാണ് എനിക്ക് പറയാം.